ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2 different quantities of same solution. ഈ ഒരു വേർഡിനൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഹാവിങ് ഇൻഗ്രീഡിയൻറ്റ് A and B stored in 2 different containers. First container, there are 250 liter of A and 441 liter of B. In the second container, total quantity of solution was 1188. How much solution in the second container was made of ingredient B? അപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള റേഷ്യോ ഞാൻ എടുക്കുകയാണെങ്കിൽ 252 വരുന്നത്, ഇത് 441. 441 കാണുമ്പോൾ തന്നെ മനസ്സിൽ വരേണ്ടത് അത് 21ൻ്റെ സ്ക്വയറാണ്. സോ 21 വെച്ച് കട്ട് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നു. ഇവിടെ 21 വരുന്നത്. ഇവിടെ 21 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു പ്രാവശ്യം പോകും, ബാക്കി പോയിട്ട് 42 വരും, 2 പ്രാവശ്യം പോകും. വീണ്ടും നമുക്ക് കട്ട് ചെയ്യാം, 3 വെച്ച് കട്ട് ചെയ്യാം. 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വരും, 7 വരും. സോ 4:7 ആണ് എൻ്റെയും ബിൻ്റെയും എന്ത് വരുന്ന റേഷ്യോ വരുന്നത്. ഇതേ റേഷ്യോ തന്നെയായിരിക്കും രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഫോളോ ചെയ്യേണ്ടത്. കാരണം സെയിം സൊല്യൂഷനാണ്. സെയിം സൊല്യൂഷൻ ആയതുകൊണ്ടാണ് എയും ബിയും 4:7 എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ എ എന്ന ഭാഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 4ഉം ബി എന്ന ഭാഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 7ഉമാണ്. സോ ടോട്ടലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ 11ആണ്. ഈ 11 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 1188 എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുക, 11 വെച്ച് ഡിവൈഡ് ചെയ്യുക. 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 പ്രാവശ്യം പോകും, 110 വരെ പോകും. ബാക്കി പോയിട്ട് 88 വരും, 88ൽ 8 പ്രാവശ്യം പോകും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് സൊല്യൂഷൻ ഇൻ ദ സെക്കൻഡ് കണ്ടെയ്നർ വാസ് മേഡ് അപ്പ് ഓഫ് ഇൻഗ്രീഡിയൻറ്റ് ബി. 7 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 7 × 108. 7 × 108 എന്ന് പറയുമ്പോൾ എത്ര വരും, 856 ലിറ്റർ എന്ന് പറഞ്ഞു വരും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.